ശങ്കരേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പൊ ഈ ശങ്കരേട്ടൻ എന്ന് വെച്ചാല് ഈ അമ്പലത്തിലെ പൂജാരിയാണ്. ഈ പൂജയിൽ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ ഒക്കെ പോകുന്ന എന്തിനാണ്? സത്യം പറഞ്ഞാൽ എന്തിനാണ്? എനിക്കൊരു ചോദ്യമാണ്. കുറെ പേരെടുത്ത്, എല്ലാവരുടെ അടുത്തും അല്ല, മാന്യമായ വിശ്വാസികളുടെ അടുത്തോ അവിടെ പ്രാർത്ഥിക്കാൻ പോകുന്ന ആൾക്കാരുടെ അടുത്തോ അല്ല എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ള. അല്ലാണ്ട് അവിടെ പോയി റീൽ എടുക്കുന്നില്ലേ, ആ ഒരു കുറെ കിടുതാപ്പ് ആൾക്കാരുണ്ട്. ആ ടൈപ്പ് ആൾക്കാരുടെ അടുത്താണ് എനിക്ക് ഈ ചോദ്യം ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത് അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നത്? റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്? ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേറെയുള്ള സ്ഥലങ്ങളിലും പോയി എടുത്താൽ പോരെ. കാരണം 1-2 വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയടേ. നമ്മുടെ ജസ്ന സലീം ഇപ്പൊ എയറിലൊന്ന് ഇറങ്ങി നിന്ന് ഏറി കിടന്ന് പറന്ന് പാറ് നടക്കുന്ന ഒരു സമയത്താണ്. കാരണം കണ്ണൻ കണ്ണൻ എന്നുള്ളൊരു പേരും പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചതായിട്ടാണ് ഇപ്പൊ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഇടയിൽ തന്നെ, ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഞാൻ വേറൊരു താത്തയുടെ വീഡിയോ കാണാനിടയായി. അവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ റീൽ എടുക്കാൻ വന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു അറിവിൽ നമ്മൾ അമ്പലങ്ങളിലോ പള്ളികളിലോ പോകുന്നത് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ ദൈവത്തോട് പറയാനോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പറയാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ഇതിനാണ് നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ പോകുന്നത്. അല്ല അവിടെ പോയിട്ട് റീൽ എടുക്കാനും മറ്റേ ഫോട്ടോ എടുക്കാനും വലിയ മാസ് കാണിക്കാനും ആണെങ്കിൽ അങ്ങോട്ട് പോകാതിരിക്കുക, അതിന് വേറെ സ്ഥലം കണ്ടെത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പുതിയൊരു താത്ത ഒരു റീൽ എടുത്തിട്ടുണ്ട്. റീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അമ്പലത്തിൽ പോയത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അവരുടെ ഉത്തരം നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ഗുരുവായൂർ സമയം കൊടുക്കാലോ. എന്തിനാണ് ഗുരുവായൂർ അമ്പലത്തിൽ വന്നതെന്നുള്ള ചോദ്യം എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ലേഡിയുടെ ഹസ്ബൻഡോ ഫ്രണ്ടോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും ഈ വീഡിയോ എടുക്കുന്നത്. ചോദിക്കുമ്പോൾ ചുമ്മാ കറങ്ങാമല്ലോ, ഇതാണ് ഉത്തരം. ഇതിനാണ് കറങ്ങാൻ വേണ്ടിയിട്ടാണ് അമ്പലങ്ങളിൽ വരുന്നത് അല്ലെ? സത്യം പറഞ്ഞാൽ എൻ്റെ അറിവിൽ പ്രാർത്ഥിക്കാനോ വിഷമങ്ങൾ ദൈവത്തോട് തുറന്നു പറയാനോ ഒക്കെയാണ് നമ്മുടെ അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പോകുന്നത്. പക്ഷെ ഇതിപ്പോ പുതിയൊരു അറിവാണ്. ചുമ്മാ കറങ്ങാൻ വേണ്ടി വന്നതാ. കറങ്ങാൻ വേണ്ടി പാർക്ക് പോലെയാണ് നമ്മുടെ അമ്പലനടയെ, ഗുരുവായൂർ അമ്പലനടയെ ഈ പറയുന്ന താത്ത കണ്ടിട്ടുള്ളത്. താത്ത ഒരു കറക്കം ഫുള്ള് നമുക്കൊരു എന്റർടൈൻമെന്റ്, ഇന്ന് ഫുള്ള് വൈബ് പിടിക്കാം ഗുരുവായൂർ അമ്പലനടയിൽ. ആ ഒരു സ്കീമിലാണ് ഈ താത്ത വന്നിട്ടുള്ളത്. ഇതിന് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്ഥലങ്ങൾ കണ്ടെത്തിയാൽ പോരെ. ചുമ്മാ എന്തിനാണ്? ഇന്നിപ്പോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ജസ്നയുടെ കേസിന് ശേഷമാണ് ഇത്രയും വഷളായ ഈ ലെവലിൽ എത്തിയത്. ഇനി ഗുരുവായൂർ അമ്പല നടയിൽ പോയി റീൽസോ കാര്യങ്ങളോ എടുക്കരുത് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് അതിന്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാം. ഞാൻ ആ ഒരു നിയമത്തോട് അല്ലെങ്കിൽ ആ ഒരു സംഭവത്തോട് ഞാൻ അംഗീകരിക്കുന്നു. കാരണം വേറൊന്നുമില്ല, നിങ്ങൾക്ക് കറങ്ങാനും ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും ഈ ലോകത്ത് എത്രയോ സ്ഥലങ്ങളുണ്ട്. അത് ഈ വിശ്വാസികൾ, അതായത് ഒരുപാട് പേര് തൻ്റെ സ്വന്തം വിഷമങ്ങൾ പറയാനും മനസ്സിനൊരു സംതൃപ്തി ആശ്വാസം കിട്ടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് പോകുന്ന പള്ളികളും അമ്പല നടകളിലും പോയിട്ട് ഒരിക്കലും ഈ പറയുന്ന പോലെ റീൽ എടുക്കാനോ അവിടെ പോയി വിശ്വാസികളെ ശല്യം ചെയ്യാനോ ആയിട്ട് വരുന്നവരെ അനുവദിക്കാതിരിക്കുന്നത് വളരെ നല്ലൊരു നിയമവും വളരെ നല്ലൊരു തീരുമാനവും തന്നെയാണ്. നിങ്ങൾക്ക് റീൽ എടുക്കണമെങ്കിലോ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലോ വല്ല പാർക്കിലോ വല്ല മ്യൂസിയത്തോ വേറെ എവിടെയെങ്കിലും ഒക്കെ വല്ല ബീച്ചിലും പോയിരിക്കുക. അല്ലാതെ ഒരിക്കലും വിശ്വാസികളായ ജനങ്ങൾ കൂടുന്ന അമ്പലങ്ങളിലോ പള്ളികളിലോ അല്ല ഈ പരിപാടി കാണിക്കേണ്ടത്. ഇനി ഞാൻ വേറൊരു ചേച്ചിയുടെ ഒരു വീഡിയോ എടുക്കാം. ആ ചേച്ചിയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരുപാട് പ്രാവശ്യം സ്ട്രഗിൾ ചെയ്യുന്നു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഗുരുവായൂർ നടയിൽ നിന്നും വീഡിയോ എടുത്ത് റീലിട്ട് വൈറലാവാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രാവശ്യം ആദ്യം സ്ട്രഗിൾ ചെയ്യുന്നു. പിന്നെ കഷ്ടപ്പെട്ട് ചേച്ചിയുടെ ഒരു മാസ്മരീനിയ പെർഫോമൻസ് ആയ ഡാൻസ് എടുക്കുന്നു, കളിക്കുന്നു. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. സ്ട്രഗിൾ സ്ട്രഗിൾ വേറൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ പോകുന്നു, ചേച്ചിക്ക് ഡാൻസ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതാണ് ചേച്ചിയുടെ സ്ട്രഗിള്. ആൻഡ് ദ റിസൾട്ട്, അവസാനം കട്ടയ്ക്ക് ചേച്ചി വീഡിയോ എടുത്തിരിക്കുന്നു. ഡാൻസ് ഗുരുവായൂർ നടയിൽ തന്നെ നിന്ന് ചേച്ചി അടിപൊളി ഒന്നൊന്നര ഡാൻസ് പെർഫോമൻസ്
കാഴ്ചവെച്ചിരിക്കുകയാണ്. ആരും കാണാതെ പോകരുത്. ഒന്നൊന്നര ഡാൻസ് ആണ്. വല്ല ഭരതനാട്യം, കുച്ചിപ്പൊടി ഏത് സ്റ്റെപ്പാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചിക്ക് അരങ്ങേറ്റം വല്ലതും ആണെങ്കിൽ അതിന് അതിൻ്റെതായ സ്ഥലം അവിടെ ഉണ്ട്. അല്ലാതെ നടയിൽ വന്ന് നിന്ന് വിശ്വാസികൾ അടക്കം വന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തല്ല ചേച്ചിയുടെ ഈ മാസ്മരീനെ പെർഫോമൻസ് കാഴ്ചവെക്കേണ്ടത്. ഇവിടെ വന്ന് റീൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ റീൽ വൈറലാവുകയും ചേച്ചി ഫേമസ് ആവുകയും ഒക്കെ ചെയ്യുമെന്നാണ് ചേച്ചി വിചാരിക്കുന്നതെങ്കിൽ ഇതല്ല ആ റൈറ്റ് സ്ഥലം. വല്ല പാർക്കിലോ ബീച്ചിലോ ബോട്ടിലോ ഒക്കെ പോയി നിന്ന് റീൽ എടുക്കുക. അല്ലാണ്ട് വിശ്വാസികളായ ജനങ്ങൾ വന്ന് കൂടുന്ന സ്ഥലങ്ങളിൽ അവരെ ശല്യം ചെയ്തുകൊണ്ടല്ല വീഡിയോ ഇടേണ്ടത്. എന്തായാലും ചേച്ചിയുടെ ഡാൻസ് കൊള്ളാം. ചേച്ചി കളിക്കട്ടെ, നോക്കട്ടെ. കണ്ട ബാക്കിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇവരെയാണ് നോക്കുന്നത്. ഇവരെന്ത് തേങ്ങയാണ് കാണിക്കുന്നത് എന്നായിരിക്കും നോക്കുന്നത്. കാരണം ഇത് റൈറ്റ് പ്ലേസ് അല്ലടേ, റൈറ്റ് പ്ലേസ് അല്ല. ചേച്ചി അങ്ങനെ റിയൽ സ്ട്രഗിൾ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്നൊക്കെ പറഞ്ഞ് മാസ്മരീനെ പെർഫോമൻസ് കാഴ്ചവെച്ച് ചേച്ചി ഒരു വീഡിയോ എടുത്തിരിക്കാൻ ആരും കാണാതെ പോകരുത്. നിങ്ങൾക്ക് ഈ സ്ഥലമേ കിട്ടിയുള്ളൂ. എടേ എത്രയോ സ്ഥലങ്ങൾ കിടക്കുന്നു. ഞാനൊക്കെ പള്ളികളിൽ പോകുമ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ ദൂരെ ഒന്ന് ഫോട്ടോ എടുക്കും. ചിലപ്പോൾ നമ്മൾ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട്, നമ്മൾ റീച്ചിനൊന്നും വേണ്ടിയിട്ടല്ല, സ്റ്റോറി ഇടാൻ വേണ്ടി നമ്മൾ ഇന്ന പള്ളിയിലാണ് അല്ലെങ്കിൽ ഇന്ന കോവിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റോറി ഇടാൻ വേണ്ടി എടുക്കും. അതും ആരെയും ശല്യം ചെയ്യാതെ വെളിയില ദൂരങ്ങളിലൊക്കെ നിന്ന്. ഇതിപ്പോൾ അവിടെ വരുന്ന വിശ്വാസികളെ ശല്യം ചെയ്ത് അവരുടെ അവർക്ക് മൈൻഡ് ഔട്ടാവും. അവർ ചിലപ്പോൾ അവരുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും അതൊക്കെ ദൈവത്തോട് പറയാനായിട്ടൊക്കെ ആയിരിക്കും അവർ വരുന്നത്. അവരിതുപോലത്തെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരെ മൈൻഡിന് ഔട്ടാവും. അവരെയൊന്നും ശല്യം ചെയ്യരുത്, ദയവ് ചെയ്ത്. നിങ്ങൾക്ക് എന്തോരം സ്ഥലമുണ്ട്, അവിടെ എവിടെയെങ്കിലും ഒക്കെ പോയി ഡാൻസ് കളിച്ചാൽ പോലെ. അമ്പലനട തന്നെ കളിക്കണമെന്ന് എന്താ ഇത്ര അത്യാവശ്യം? അപ്പൊ നിങ്ങൾ തോന്നുമോ നീ വർഗീയത പറയുന്നില്ല? ഒരിക്കലും അല്ല. നമ്മൾ സത്യം ന്യായത്തിൻ്റെ ഒപ്പം സംസാരിക്കട്ടെ. അല്ലാണ്ട് നമുക്ക് ചുമ്മാ ആവശ്യമില്ല വലിച്ചു കാര്യമായിട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും അതിൻ്റെ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ട്. എന്താ എവിടെയാ സ്ഥലവും കാലവും നോക്കി ചെയ്യുക. അല്ലാണ്ട് ചുമ്മാ വാല കോലെന്ന് എന്തെങ്കിലുമൊക്കെ കാണിച്ച് കൂട്ടാതിരിക്കുക. ഇപ്പൊ എല്ലാത്തിനും ഇത് തന്നെ ഒരു പരിപാടി. ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് എല്ലാ റീലെടുപ്പാണ് ഇപ്പൊ പരിപാടി. കാരണം റീച്ച് കിട്ടും. റീച്ചിന് വേണ്ടി അത് അറ്റം വരെയും പോകും. അതാണ് റീൽസ് ഓളികളോ കുഴപ്പം. എന്തായാലും നമ്മുടെ ജസ്ന സലീം ചേച്ചിയുടെ ഒരു കുറച്ച് വാക്കുകളുണ്ട്, അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശങ്കരേട്ടൻ എന്ന് പറയുന്നത് എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ഈ ശങ്കരേട്ടൻ എന്ന് വെച്ചാൽ ഈ അമ്പലത്തിലെ പൂജാരിയാണ്. ഈ പൂജയും കർമ്മങ്ങളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല. ചേച്ചി ഗർഭിണിയാവും, അത് അബോർഷനായി പോകുന്നൊരു സാഹചര്യം. അപ്പോൾ ഈ കണ്ണും വീട്ടിലെത്തിയാൽ ഈ ചേച്ചി ഗർഭിണിയായി. അപ്പോൾ ഡോക്ടർ ഏജ് ഓവറായപ്പോൾ പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ചേച്ചി പ്രഗ്നൻ്റ് ആകുന്നത്. അങ്ങനെ വില വിശ്വാസപ്രകാരം ഏതോ ജ്യോത്സ്യരെടുത്ത് പോയതാണ് ഈ കുഞ്ഞ് അബോർഷനായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജ്യോത്സ്യരെന്തോ രാശി വെച്ചിട്ട് പറഞ്ഞ പോലെ വീട്ടിൽ വല്ലാത്ത ദൈവസാന്നിധ്യം കാണുന്നുണ്ട്, ഈ കുഞ്ഞുങ്ങൾക്ക് വിധിച്ചാണ് എന്ത് കർമ്മ ചെയ്തതെന്ന് ചോദിച്ചോലെ. നമ്മുടെ നാട്ടിലുള്ളൊരു മുസ്ലിം കുട്ടി, എടുത്തു വെച്ച് പറഞ്ഞത് അങ്ങനെയാ, നമ്മുടെ നാട്ടിലുള്ളൊരു മുസ്ലിം കുട്ടി. കാരണം ഞാൻ താമരശ്ശേരി പൂനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ മുസ്ലിംസ് മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അപ്പം അവിടുന്ന് ഒരു കുട്ടി കണ്ണനെ വരയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ്. അത് കേട്ട് ഈ പണിക്കര് ചോദിച്ചോളൂ ഓളെ പെരുന്നാളൊക്കെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ ശങ്കരേട്ടൻ എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ചേച്ചി വരച്ചു കൊടുത്ത, അതായത് ജസ്ന ചേച്ചി വരച്ചു കൊടുത്ത പടം അവരുടെ വീട്ടിലുണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് ആ ഒരു ദൈവ സാന്നിധ്യം കാര്യങ്ങളൊക്കെ വന്നതെന്നാണ് ജസ്ന ചേച്ചി പറയുന്നത്. ഇത് ഇവർ തള്ളാണോ തള്ളുന്നത് അതോ സത്യമായുള്ള കാര്യമാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അതവിടെ നിൽക്കട്ടെ. ജസ്ന ചേച്ചിയുടെ മറ്റൊരു റീൽ വീഡിയോ ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം. ഈ റീല് നിങ്ങൾ കണ്ടു നോക്ക്. ചേച്ചി ഗുരുവായൂരിൽ പോകുന്നു, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എടുക്കുന്ന പോലെ ഒരു റീൽ എടുക്കുന്നു, അവിടെ പോകുന്ന പോലെ എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെയൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, പോകുന്നു, കണ്ണനെ കാണുന്നു, അത് നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നാൽ പോരെ? എന്തിനാണ് ഇങ്ങനെ റീലെടുത്ത് ഒരു ഷോ ഓഫ് കാണിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അതാണ് ഇനി ആവശ്യമില്ലെന്ന് പറഞ്ഞത്. എന്തായാലും നിയമത്തിന്റെ വശത്തു നിന്നും കൂടി ഒരു ലോക്ക് ഇങ്ങനത്തെ ഒരു സംവിധാനത്തിൽ വീഴുമ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. നിയമാവശ്യമായിട്ട് വരുന്നത് പോലെ അമ്പല നടകളിൽ പോയിട്ട് പറയുന്ന പോലെ റീലോ കാര്യങ്ങളോ എടുക്കാൻ പാടില്ല, വിശ്വാസികളെ ശല്യം ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമം വരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്കും തോന്നിയത്. അങ്ങനെ ഒരു നിയമം വരണം. കാരണം ഇപ്പൊ എല്ലാത്തിനും ഇതൊക്കെ തന്നെ, ഏത് സ്ഥലവും കാലവും നേരെ നോക്കില്ല. റീലെടുപ്പ് റീച്ച് ഈ ഒരു സാധനം മാത്രമേ ഇപ്പൊ കുറേ എണ്ണത്തിനുള്ളൂടെ. എവിടെ പോയാലും റീലെടുപ്പ് റീച്ച്. മരണ വീട്ടിൽ പോയാലും ഇപ്പൊ റീൽ എടുക്കുന്ന കാലം ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സെറ്റപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സാധനങ്ങൾ ഒരു മരണ വീട്ടിൽ പോയിട്ട് അതിന്റെ നട എന്ന് വേണമെങ്കിൽ ഡാൻസ് കളിച്ചിട്ട് റീൽ എടുത്തിട്ട് അങ്ങനത്തെ ടീം ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോന്ന് ബോഡിയുടെ മുമ്പേ കയറി ഡാൻസ് കളിക്കും. ഇതാണ് അവസ്ഥ. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു തടയിടുന്നത് നല്ലത് തന്നെയാണ്. കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് റീൽസ് ഓളികൾ. എവിടെ എന്ത് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും 10 റീച്ച് ഉണ്ടാക്കിയാൽ മതി. അതിന് യാതൊരു സ്ഥലവും കാലമൊന്നുമില്ല. അതൊക്കെ നല്ലൊരു തട തന്നെ. കുറെ എണ്ണം ഉണ്ട്. എന്തായാലും നമ്മുടെ ജസ്ന ചേച്ചി ആകെ മൊത്തം പൊളിഞ്ഞടങ്ങിയിരിക്കുകയാണ്. കണ്ണൻ എന്നുള്ള പേരും വിളിച്ച് നാട്ടുകാരെ മൊത്തം
ചാക്കിലാക്കാൻ നോക്കിയതെല്ലാം കൂടി പൊളിച്ചടിക്ക് കൈ കൊടുത്തു ചേച്ചി അവിടെ പോയി ഒരു ഷോ ഓഫ് ഒക്കെ കാണിച്ച് ചേച്ചി മൊത്തത്തിൽ മുഞ്ചി തള്ളിയിരുന്നതാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇപ്പൊ ഓരോ ചേച്ചിമാർ പുതിയ റീലോളികളും ചേച്ചി ആദ്യത്തെ ചേച്ചിയാണ് ചുമ്മാ കറങ്ങാൻ വന്നേന്ന് പാർക്ക്. ചേച്ചി പാർക്കെന്നാണ് വിചാരിച്ചത്. ഗുരുവായൂർ അമ്പലം നട എന്ത് കഷ്ടോടെ ഇതൊക്കെ പറയാൻ വയ്യ. എടാ നമ്മളെ സ്ഥലവും കാലം അനുസരിച്ച് നിൽക്കാൻ മടിക്കുന്നോടെ. അവിടെ അല്ല എവിടെ പോയി എന്ത് വേഗത്തും കാണിക്കാമെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും. എന്തായാലും എനിക്ക് ഇത്രയൊക്കെയാണ് ഇതിൽ പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുപോലെ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.